യേശുവിൽ പ്രിയമുള്ളവരെ, ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. എങ്കിലും ഇപ്പോഴും മനസ്സിൽ, ഹൃദയത്തിലും ജീവിതത്തിലും ആ ആഘോഷങ്ങൾ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരു ദിവസം നമ്മളെ ഓർക്കേണ്ട അടുത്തൊരു കാര്യം, ജ്ഞാനികൾ ഈശോയെ കാണാനായിട്ട്, ആരാധിക്കാനായിട്ട് വന്നു. അവർ വന്നത് നക്ഷത്രം കണ്ടിട്ടാണ്. പക്ഷെ ആ നക്ഷത്രം കണ്ട് വന്നപ്പോൾ അവർ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് അവർ ചെന്ന് എത്തുന്നത് രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. പക്ഷെ നക്ഷത്രം അവരെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കല്ല എത്തിക്കുന്നത്. നക്ഷത്രം എത്തിക്കുന്നത് ക്രിസ്തു വന്ന് ജനിക്കുന്ന പുൽക്കൂട്ടിലേക്കാണ്. നമ്മുടെ ജീവിതത്തിൽ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനെ ആണ് അവിടെ ചിത്രീകരിക്കുന്നത്. എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുപിടിക്കും, എൻ്റെ ബുദ്ധി കൊണ്ടാണ് ഞാൻ ദൈവത്തെ മനസ്സിലാക്കുന്നത്. ബുദ്ധി ദൈവം തന്നതാണ്, പക്ഷേ വിശ്വാസം അതിനേക്കാളും ഉപരിയാണ്. നിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ വഴികാട്ടും എന്ന് നീ തിരിച്ചറിയണം. നിൻ്റെ ജീവിതത്തിൽ നിന്നെ വഴി നടത്തുന്നൊരു ദൈവമുണ്ട്. നിൻ്റെ സങ്കടത്തിൽ നിന്നെ കൈപ്പിടിക്കുന്നൊരു ദൈവമുണ്ട്. നിൻ്റെ മനസ്സിടിയുന്ന നിമിഷത്തിൽ നിൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ കണ്ണുനീരൊപ്പാൻ ഒരു ദൈവമുണ്ട്. നിൻ്റെ അലച്ചിൽ നിർത്താൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഒരു ദൈവമുണ്ട്. നക്ഷത്രം ദൈവത്തിൻ്റെ അരികിലേക്കാണ് എത്തിക്കേണ്ടത്. ആ നക്ഷത്രത്തെ നോക്കി വേണം നമ്മൾ ജീവിക്കാൻ. അതുകൊണ്ട് ജ്ഞാനികൾ നക്ഷത്രത്തെ നോക്കി വന്നവർ വഴിതെറ്റിയത് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചു. ആ നക്ഷത്രം അവരെ ചതിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നോക്കി ജീവിച്ചവരാരും വഴിതെറ്റിയിട്ടില്ല. ലോകത്തെ നോക്കി ജീവിച്ചവർ വഴിതെറ്റി. ബുദ്ധിയിൽ ആശ്രയിച്ചതുകൊണ്ട് ദൈവം വന്ന് പിറക്കുന്നത് കൊട്ടാരത്തിലാണെന്ന് അവർ കരുതി. അവരുടെ എല്ലാ വിശ്വാസങ്ങളെയും അതിലംഘിക്കുന്ന വിധത്തിൽ ദൈവം വന്ന് പിറന്നത് പാവപ്പെട്ട അട്ടിടയർ വന്ന് നോക്കി ശുശ്രൂഷിക്കുന്ന ഒരു പാവപ്പെട്ട തൊഴുത്തിലാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തെ നോക്കി നടക്കുന്ന വ്യക്തികളായി മാറണം. സമ്പത്തിനെ നോക്കിയോ, ജോലിയെ നോക്കിയോ, സൗന്ദര്യത്തെ നോക്കിയോ, ആഢ്യത്വത്തെ നോക്കിയോ, പാരമ്പര്യത്തെ നോക്കിയോ, നമ്മുടെ കഴിവിനെ നോക്കിയല്ല നടക്കേണ്ടത്. ദൈവത്തെ നോക്കി വേണം ജീവിക്കാൻ. ആ നക്ഷത്രം നമ്മെ പഠിപ്പിക്കുകയാണ്, ഈശോയെ നോക്കി വേണം നീ ജീവിക്കാൻ. ഈ ക്രിസ്മസ് കഴിഞ്ഞ ഈ ദിവസത്തിൽ ഈശോയെ നോക്കി ഈ ജീവിതം മുഴുവൻ നമുക്ക് ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ലോകത്തെ നോക്കി ജീവിക്കാതെ ദൈവത്തെ നോക്കി ജീവിക്കാൻ ഒരു കൃപ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും ലോകത്തിൻ്റെ ആഗ്രഹവും ലോകത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ നടക്കും. പക്ഷെ ദൈവത്തെ നോക്കി ജീവിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ജീവിക്കാൻ കൃപ നൽകണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ദൂരെ നിന്നും ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.